അബോർഷൻ ആക്കുന്നതിന് വേണ്ടി സ്വയം മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുന്നത് ഏറ്റവും അപകടകരമാണ്. കാരണം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കറക്റ്റ് ഡോസ് അല്ലാണ്ടും കറക്റ്റ് മെഡിസിൻ അല്ലാണ്ടും കഴിച്ച് പേഷ്യൻസ് ഞങ്ങളുടെ ഏരിയയിൽ വരാറുണ്ട്. കുറേശ്ശെ ബ്ലീഡിങ് ഉണ്ടാകും. പക്ഷേ അവർ വിചാരിക്കും ഇത് അബോർഷനായി പോയെന്ന്. അത് കഴിഞ്ഞ് എന്തെങ്കിലും ആവശ്യം ഞങ്ങളുടെ ഏരിയ വരുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ 12 ആഴ്ച ഈവൻ 20 ആഴ്ച വരെ ഗർഭം വളർന്ന് അവർ ഞങ്ങളുടെ ഏരിയ വരുന്നതാണ്. ആ 20 ആഴ്ചയിൽ തന്നെ ആ കുഞ്ഞിനെ വീണ്ടും പ്രസവിപ്പിച്ചാൽ അതിന് കൺജനിറ്റൽ അനോമലി, മരുന്നിൻ്റെ സൈഡ് എഫക്റ്റും ബ്ലീഡിങ് കാരണം അനോമലികൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരുന്നത് കൊണ്ട് അമ്മയ്ക്ക് വിളർച്ച, രക്തക്കുറവ്, പ്രോപ്പർ ചെക്കപ്പ് ഇല്ലാത്തതുകൊണ്ട്, പ്രോപ്പർ മെഡിസിൻ കഴിക്കാത്തതുകൊണ്ട് ഹെൽത്ത് പ്രോബ്ലം അമ്മയെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് കഴിവതും സ്വയമായിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കാതെ ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രം അബോർഷന് വേണ്ടി മരുന്ന് കഴിക്കുന്നത്.